വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നമ്മൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്കാണ് മലക്കിൻ്റെ വിവരക്കേടും മുഹമ്മദിൻ്റെ വെളിവില്ലാഹി. ഓക്കെ, അതെന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ക്ലാസ് ഇന്നലെ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ ക്ലാസ് മാത്രമായിട്ട് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കാരണം നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ തെളിവെല്ലാം എഴുതിയിടണേ. ഓക്കെ, സംസാരിച്ചോളൂ. ആ പണി നടക്കൂല. തെളിവൊക്കെ ആരെയും എഴുതിയിട്ടോളാം. ഞാൻ തെളിവ് വായിച്ചു പോവുകയുള്ളൂ. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഇരുന്നിട്ട് ഈ ചാറ്റ് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ളവർ എഴുതിയാൽ മതി. ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, ഡൺ ഡൺ. മൊയലാളി പറഞ്ഞതാ, തിരുവായിക്ക് എതിർവായില്ല. മുതലാളിമാരോട് ഇടയ്ക്കിടയ്ക്ക് അനുസരണക്കേട് കാണിക്കുക. ഇനി ആശങ്കിക്കുന്ന പക്ഷം ഉപദേശിച്ചാൽ മതി, തല്ലണ്ട. സൂറത്തുൻ നിസ. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് കേൾക്കാത്തവർക്കായിട്ട്, അതായത് മലക്കിൻ്റെ വിവരക്കേട് മുഹമ്മദിൻ്റെ വെളിവില്ലാഹിയും ഭാഗം 1 കേൾക്കാത്തവർക്ക് അത് മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രത്നചുരുക്കം പറഞ്ഞ് തന്നെ സെക്കൻഡ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജിബ്രീൽ മലക്ക് ചോദിച്ചേക്കുന്നത് വാരിയർ ഓഫ് ജീസസ് എന്നല്ലേ യൂട്യൂബിൻ്റെ പേര്? അല്ല, വാരിയർ ഓഫ് ജീസസ് ഒഫീഷ്യൽ 2 എന്നടിക്കണം. അതാണ് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ പേര്. കാരണം 3 ചാനലാണ് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ പോയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇസ്ലാം സംവാദക്കാരും ദാവാക്കാരും എല്ലാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവരെല്ലാവരും പറഞ്ഞു നടക്കുന്ന ക്ലബ് ഹൗസിലെ തെറിയൻ കാക്കമാരടക്കം പറഞ്ഞു നടക്കുന്ന ബൈബിളിനെ കുറിച്ചുള്ള ആക്ഷേപമാണ്. ബൈബിൾ എഴുതിയത് യോഹന്നാനാണ്, മത്തായിയാണ്, മർക്കോസാണ്, ലൂക്കോസാണ്, പൗലോസാണ്, ദാവീദാണ്, ശലോമോനാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരിൽ പലരും എഴുതി വെച്ചതായ ഗ്രന്ഥം എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥമായത്, അതെങ്ങനെയാണ് ദൈവവചനമായത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഓക്കെ, അങ്ങനെ മനുഷ്യരാൽ എഴുതപ്പെടുന്ന ഒന്ന് ദൈവാത്മനിവേശിതമായി മനുഷ്യർ എഴുതി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇത് നൂലെ കെട്ടി അവിടുന്ന് ആകാശത്തുനിന്ന് ഇറക്കി തന്നതൊന്നുമല്ല. ഓക്കെ, ഇത് മനുഷ്യരാൽ എഴുതപ്പെട്ടത് തന്നെയാണ്, ദൈവാത്മനിവേശിതമായി എഴുതപ്പെട്ടതുമാണ്, ദൈവാത്മനിവേശിതമായി കമ്പൈൽ ചെയ്യപ്പെട്ടതുമാണ്. പക്ഷേ ഇതേ കാര്യം നിങ്ങൾ ചോദിക്കുന്ന, അല്ലെ നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ കാര്യം മറിച്ച് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള എപ്പോഴുമുള്ള എന്നേക്കുമുള്ള അമർഷത. പക്ഷേ ഇതേ കാര്യം ഞങ്ങൾ തിരിച്ചെത്താലും ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ സ്വർഗത്തിൽ അള്ളാഹു മലക്കിന് ഓതിക്കൊടുക്കുകയും, ഖുർആൻ ഇറങ്ങിയത് എങ്ങനെയെന്ന് ചോദിച്ചാലുള്ള നിങ്ങളുടെ മറുപടിയാണ്, സ്വർഗത്തിൽ അള്ളാഹു മലക്കിന് ഓതിക്കൊടുക്കുകയും മലക്ക് ഭൂമിയിൽ വന്ന് മുഹമ്മദിന് ഓതിക്കൊടുക്കുകയും മുഹമ്മദ് അത് ചില സഹാബിമാർക്ക് ഓതിക്കൊടുക്കുകയും അതിൽ ചില സ്വഹാബിമാർ എഴുതി വെച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നതായ നിങ്ങളുടെ വാദം. ഓക്കെ, ഇന്നലെ തന്നെ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇന്നും ആവർത്തിക്കുകയാണ്. ഇന്നലെ പകലത്തെ റൂമിലും വൈകുന്നേരത്തെ റൂമിലും ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നു. ഒരു മറുപടിയും കണ്ടില്ല. വീണ്ടും ചോദിക്കുകയാണ്, ഈ ഒരു വാദം ശരിവെക്കണമെന്നുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകണം. ചോദ്യം നമ്പർ 1, ഏതൊക്കെ സ്വഹാബിമാരാണ് ഖുറാൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എഴുതിയത്? ചോദ്യം നമ്പർ 1, ഏതൊക്കെ സ്വഹാബിമാർ ഖുറാൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എഴുതി? 2, ആകെ മൊത്തം ടോട്ടൽ വരുന്ന സ്വഹാബിമാരിൽ എത്ര പേർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു, എഴുത്തും വായനയും അറിയാമായിരുന്നു? ചോദ്യം നമ്പർ 2. 3, ഇതിലാരൊക്കെയാണ് ഖുറാൻ്റെ ആയത്തുകൾ എഴുതി രേഖപ്പെടുത്തി വെച്ചത്? ഏത് ഇതിലാരൊക്കെയെന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ള സ്വഹാബിമാരിൽ ആർക്കൊക്കെയാണ് ഈ ഖുറാൻ ആയത്തുകൾ എഴുതി വെക്കാനുള്ള മഹത് ഭാഗ്യമുണ്ടായത്? 4, ഒരു സൂറത്തെങ്കിലും മുഴുവനായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും ഒരു സ്വഹാബി ഉണ്ടോ? ചോദ്യം നമ്പർ 5. ഇനി അതല്ല, ഒന്നിലധികം സൂറത്തുകൾ മുഴുവനായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും സ്വഹാബി ഉണ്ടോ? ചോദ്യം നമ്പർ 6, പശു എഴുതിയതാര്? 8 കാലി, കാലികൾ, ഗുഹ, ഇരുമ്പ്, തുരുമ്പ് തുടങ്ങി ആന, ചിലന്തി ഇതൊക്കെ എഴുതി വെച്ചത് ആരാണ്? ചോദ്യം നമ്പർ 7, ഓരോ സൂറത്തും തരം തിരിച്ച് ഇന്ന സൂറത്ത് ഇന്ന സ്വഹാബി എഴുതി എന്ന കൃത്യമായ നിലയിൽ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു തരാൻ കഴിയുമോ? ചോദ്യം നമ്പർ 8, ഈ സൂറത്തുകളുടെ പേരിട്ടതാര്? ഓക്കെ, നമ്മുടെ മുനീർ സഹോദരൻ താഴേക്ക് വന്നതുകൊണ്ട് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ബൈബിൾ മനുഷ്യൻ എഴുതിയതാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഖുറാൻ്റെ എഴുത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിങ്കൽ നിങ്ങൾ വെക്കുന്ന വാദം, അതായത് അള്ളാഹു ഓതി മലക്കിന് കൊടുത്തു, മലക്ക് വന്ന് മുഹമ്മദിന് കൊടുത്തു, മുഹമ്മദ് ചില സഹാബിമാർക്ക് കൊടുത്തു, ആ സഹാബിമാരിൽ ചിലർ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ ചോദ്യം നമ്പർ 1, ഏതൊക്കെ സ്വഹാബിമാർ ഖുറാൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് എഴുതിയത്? ചോദ്യം നമ്പർ 2, ആകെ മൊത്തം ടോട്ടൽ വരുന്ന സ്വഹാബിമാരിൽ എത്ര പേർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു, അതായത് എഴുത്തും വായന അറിയായിരുന്നു? 3, ഇതിൽ ആരൊക്കെയാണ് ഖുറാൻ ആയത്തുകൾ, ഈ അക്ഷരാഭ്യാസം ഉള്ളവരിൽ ആരൊക്കെയാണ് ഖുറാൻ ആയത്തുകൾ എഴുതി വെക്കാനുള്ള ഭാഗ്യമുണ്ടായവർ? 4, ഒരു സൂറത്തെങ്കിലും മുഴുവനായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും ഒരു സ്വഹാബി ഉണ്ടോ?
ഇനി അതും അല്ലെങ്കിൽ ചോദ്യം നമ്പർ 5, ഒന്നിലധികം സൂറത്തുകൾ മുഴുവനായി രേഖപ്പെടുത്തി വെച്ച സ്വഹാബികളുണ്ടോ? 6, പശു എഴുതിയതാര്? 8 കാലികൾ, ഗുഹ, ഇരുമ്പ്, ആന, ചിലന്തി, ഉറുമ്പുകൾ, ഇതൊക്കെ എഴുതിയത് ആരാണ്? ഇനി ഓരോ സൂറത്തും തരംതിരിച്ച് ഇന്ന സൂറത്ത് ഇന്ന സ്വഹാബി എഴുതി എന്ന കൃത്യമായ നിലയിൽ 114 സൂറത്തുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ചോദ്യം നമ്പർ 8, ഈ സൂറത്തുകൾക്കെല്ലാം തലക്കെട്ടിട്ടത് ആരാണ്? അതായത് പശു എന്നും കാലികളെന്നും ഇമ്രാൻ കുടുംബമെന്നും ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടിട്ടത് ആരാണ്? ഓക്കെ, ഇതാണ് ഇന്നലെ നിങ്ങളോട് ചോദിച്ചതായ ചോദ്യങ്ങൾ. അപ്പോൾ അവിടെയും മുഹമ്മദിൻ്റെ വെളിവില്ലാഹിയും അതുപോലെ തന്നെ മലക്കിൻ്റെ വിവരക്കേടും വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ തിരുത്തപ്പെടാൻ കഴിയുന്നവയല്ല എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് ഇവർ വെക്കുന്നതായ വാദം, ഇസ്ലാം ലോകം വെക്കുന്നതായ, ഇസ്ലാമിലെ ഇന്നുള്ള പണ്ഡിതന്മാരും ഇന്നുള്ള മണ്ടശിരോമണികളും വെക്കുന്ന വാദവും, അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും തൊട്ടപ്പുറത്തെ റൂമുകളിലിരുന്ന് വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന, പൊത്തിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ, തലേ പോലും പുറത്ത് കാണിക്കാൻ പേടിക്കുന്ന ഡിബേറ്റ് കലക്കി നബീൽ, കണ്ടം ഫഹദ്, കോഴി നിസു, ഇതൊന്നും നമ്മളിട്ട പേരല്ല, ഇതൊക്കെ അവർ തന്നെ ഇട്ടേക്കുന്ന പേരുകൾ. അപ്പം അതുകൊണ്ട് DK എന്നുള്ള പേര് നമ്മളിട്ടാണ് കേട്ടോ, ഡിബേറ്റ് കലക്കി ഫഹദ് എന്നുള്ളത് നമ്മളിട്ട പേരാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറിവിളിയും കാര്യങ്ങളും അല്ലാതെ ഇതിനൊന്നും ഒരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് ആരെ കൊണ്ടും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇതിന് മറുപടി പറയണം. ദീനും ഈമാനുമുള്ള 5 നേരം നിസ്കരിക്കുന്ന യുസല്ലി ആയിട്ടുള്ള മുനാഫിക് അല്ലാത്ത വ്യക്തിയാണ് മുഹമ്മദിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണമെന്നും ആ ഖബറിലേക്ക് പ്രകാശം പരത്തി കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുനീറും ഫഹദും നബീലും നിസുവിൽ നമ്മളധികം പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും സാബിത്ത്, യൂനിസ് എന്നീ പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറുപടികൾ നിങ്ങൾ യുസല്ലിയായ 5 നേരം നിസ്കരിക്കുന്ന മുനാഫിക്കുകളല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നലെ നാം പഠിച്ചത് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ കിതാബുകൾ, അതായത് ഇതൊക്കെയാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ എന്നാണ് അവരുടെ വാദം. ഈ വാദങ്ങൾ ഇവർ പറയുന്നു തിരുത്തപ്പെട്ടതാണ്. ഖുർആൻ പറയുന്നു അവ തിരുത്തപ്പെടാൻ കഴിയുന്നവയല്ല, തിരുത്തപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ ചോദിച്ചിരുന്നു, എവിടെയെങ്കിലും ഖുർആനിൽ അവ തിരുത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് അവർക്ക് മറുപടിയില്ല. അപ്പോൾ ഖുർആൻ, അതായത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തിരുത്തപ്പെട്ടവയല്ല എന്നുള്ളത് ഖുർആൻ വ്യക്തമായി പറയുന്ന കാര്യമാണ്. പക്ഷേ ഇവർ തിരിച്ചു പറയുന്നു. മുസ്ലിം ലോകം, അതായത് ഇന്നത്തെ ഈ മേൽപ്പറഞ്ഞതായ വ്യക്തികൾ ഇവയെ തിരിച്ചു പറയുമ്പോൾ, ഹാരിസ് മദനിയെ പോലുള്ളവർ, MM അക്ബറിനെ പോലുള്ളവർ, മുഹമ്മദ് ഇസാ പെരുമ്പാവൂരിനെ പോലുള്ളവർ, യൂസഫ് യഹിയെ പോലുള്ളവർ ഇതിനെ തലതിരിച്ചു പറയുമ്പോൾ, ഞാനൊരു പേര് വക്രീകരിച്ച പേരായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ലാസർ യോഹന്നാൻ, അതായത് മിസ്റ്റർ മുഹമ്മദ് ഇസാ പെരുമ്പാവൂർ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ഒരു ഉത്തരം പറയണം. ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നു ബൈബിൾ തിരുത്തപ്പെട്ടതല്ല. അത് ഇന്നലെ ഇവിടെ സ്ഥാപിച്ച കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വന്ന് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നു, മുഹമ്മദ് തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞില്ല, ജിബ്രീൽ പറഞ്ഞില്ല. അപ്പോൾ ഒന്നുകിൽ ഈ ജിബ്രീൽ കൊണ്ടുവന്ന ആയത്തിൽ അത് ജിബ്രീലിൻ്റെ വിവരക്കേടും നിങ്ങളുടെ ബുദ്ധിയുടെ കൂടുതലുമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമാന്യവും ജിബ്രീലിൻ്റെ വെളിവ് കൂടുതലും കൊണ്ടായിരിക്കണം. അപ്പം ഒന്നുകിൽ ജിബ്രീൽ പറഞ്ഞത് കള്ളം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കള്ളം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹു ഇറക്കിക്കൊടുത്തതല്ല ജിബ്രീൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ സ്ഥാപിക്കേണ്ടി വരും. ഇനി അങ്ങനെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ നമ്മളൊരു ഉത്തരം തരാം. സൂറ 81 സൂറത്തുൽ തക്വീറിൻ്റെ 25-ാമത്തെ ആയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. ഈ പറഞ്ഞ സാധനം അവിടെ എഴുതി വെച്ചേക്കുമ്പോൾ വ്യക്തമായിട്ട് ഇമാം ഖുർത്തുബി അതിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദിൻ്റെ അടുക്കൽ ഒരു വെള്ളപ്പിശാച് ജിബ്രീൽ എന്ന മലക്കിൻ്റെ വേഷത്തിൽ വന്ന് ആയത്തുകൾ ഓതിക്കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഏതൊക്കെയോ സഹാബിമാർ ആരൊക്കെയോ എഴുതി വെച്ചു. ഞങ്ങൾക്ക് ഇതുവരെ അറിയാവുന്ന നിങ്ങളുടെ വാദമാണത്. ഈ എഴുതിയത് ആരാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ സഹോദരങ്ങളെ അതിനവിടെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ യൂട്യൂബ് പോയി കേൾക്കട്ടെ. പിന്നെ ഈ ഖുറാനിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾ വെക്കുന്ന വാദമെന്ന് പറഞ്ഞാൽ അത് എഴുതിയത് യോഹന്നാനാണ്, മർക്കോസാണ്, ലൂക്കോസാണ്. വൈദ്യനായ ലൂക്കോസും ചരിത്രകാരുമാണ് ഈ കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. മിനിമം അവർക്ക് അഡ്രസ്സും ഉണ്ട്, പേരുമുണ്ട്. പക്ഷേ അതുപോലും ഇല്ലല്ലോ. നിങ്ങളുടെ സൂറത്തുകൾ എഴുതി വെച്ചേക്കുന്നത് ഏത് സ്വഹാബിയാണെന്ന് ചോദിച്ചാൽ അതിനു പോലും നിങ്ങൾക്ക് ഉത്തരമില്ല. അപ്പോൾ ഇന്നലെ കൃത്യമായി പഠിച്ചു, അള്ളാഹുവിനും അല്ലെങ്കിൽ ഈ ജിബ്രീലിൻ്റെ വിവരക്കേടും മുഹമ്മദിൻ്റെ വെളിവിൽ
ഇലാഹിയും ഈ വിഷയത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. മറിച്ച് നേരെ തിരിച്ച് മുഹമ്മദ് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ തൗറാത്ത് മുഹമ്മദ് കൊണ്ടുവന്ന് മുഹമ്മദ് ഇരുന്ന കസേരയിൽ നിന്നും മാറി ഇതിനെ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് പറഞ്ഞു, ഞാൻ നിന്നിലും ഇതിറക്കിത്തന്നവനിലും വിശ്വസിക്കുന്നു. പക്ഷെ ഇവർ പറയുന്നു ഇല്ല, അത് തിരുത്തപ്പെട്ടു. എടാ, തിരുത്തപ്പെട്ട ഒന്നിൽ വിശ്വസിക്കുമോ? അപ്പോൾ മുഹമ്മദ് കള്ളനായില്ലേ? ഒന്നുകിൽ നിങ്ങൾ പറയണം മുഹമ്മദ് കള്ളനാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ജിബ്രീൽ വിവരക്കേട് പറഞ്ഞു. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം മുഹമ്മദ് വെളിവില്ലാഹിയാണ് അടിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. നബീദ് അടിച്ചിട്ട് വെളിവില്ലാതെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇനി അതും അല്ലാത്ത പക്ഷം നിങ്ങൾക്കാണ് ബുദ്ധിമാന്യത എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തിരുത്തപ്പെട്ടതല്ല എന്ന് ഖുറാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഖുറാനിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, ഖുറാൻ്റെ ഒരു കാര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നുമില്ല. എന്നാലും ഇസ്ലാം ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊള്ളത്തരങ്ങൾ, കള്ളത്തരങ്ങൾ നമ്മളൊന്ന് പൊളിച്ചടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചില കാര്യത്തിലേക്ക് പോകാം. ഖുറാൻ്റെ ആയത്തുകൾ പറഞ്ഞാൽ വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ബ്രദേഴ്സ്, പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യം സൂറ 9:115 ഒന്ന് എടുക്കണം. സൂറ 9:115. പറയുന്നത് കേൾക്കാമെന്ന് എടുത്തോണ്ടിരിക്കുകയാണേ 1 സെക്കൻഡ് പ്ലീസ്. 115 അല്ലേ? യെസ്. 94 ആയതേ ഉള്ളൂ. 115 ഇതൊരു വലിയ സംഭവമാണല്ലോ, നീണ്ടു കിടക്കുകയാണല്ലോ. അതെ അതെ അതെ. 115. ഓക്കെ. ഒരു ജനതയെ അള്ളാഹു മാർഗത്തിലാക്കിയ ശേഷം വഴി പിഴവിലാക്കുക എന്നതില്ല. അവർ സൂക്ഷിക്കേണ്ടത്. മതി. അവിടെ പറഞ്ഞു. ഇനി അടുത്തത് 11:34 എടുത്ത് വെച്ചേക്കണേ. ഇപ്പോൾ ഇവിടെ വായിച്ചത് ഒരു ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കിയിട്ട് അവരെ വഴികേടിലാക്കുകയില്ല, ഓക്കെ, വഴിപിഴപ്പിലാക്കുകയില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ വായിച്ചത്. അള്ളാഹ് വിൽ നോട്ട് മിസ്ലീഡ് ഹിസ് പീപ്പിൾ, തൻ്റെ ജനതയെ വഴിതെറ്റിക്കുകയില്ല, വഴികേടിലാക്കുകയില്ല എന്നുള്ളതാണ് വായിച്ചത്. ഓക്കെ, ഇങ്ങനെ ജിബ്രീൽ നമ്മൾ പറയണ്ട, മലക്ക് ഇത് ഇറക്കി കൊടുത്തു. ജിബ്രീലാണ് ഇറക്കി കൊടുത്തതെന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇത് മലക്ക് ഇറക്കി കൊടുത്തേക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് പറയുന്നൊരു കാര്യം കേൾക്കാം. സൂറ 11:34. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. അതെ, അള്ളാഹു നിങ്ങളെ പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായാൽ അവനാണ് നിങ്ങളുടെ റബ്ബ്, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അതെ, ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം കണ്ടോ? ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല, അള്ളാഹു നിങ്ങളെ വഴിപിഴപ്പിച്ചേക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഒരിടത്ത് പറഞ്ഞു അള്ളാഹു ഒരിക്കലും തൻ്റെ ജനതയെ എന്ത് ചെയ്യില്ല, വഴികേടിലാക്കുകയില്ല, വഴിപിഴപ്പിലാക്കുകയില്ല, പിഴച്ച മാർഗത്തിലേക്കാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് സൂറ 11:34 പറയുന്നു അള്ളാഹു ആണ് ഈ വഴികേടിലേക്കാക്കുന്നത്. ഇത് നിങ്ങൾ പറയണം, ഇത് മലക്കിന് പറ്റിയ വിവരക്കേടാണോ അതോ മുഹമ്മദിന് പറ്റിയ വെളിവില്ലാഹിയാണോ ഇതെന്ന് പറയണം. കാരണം ഖുറാൻ വിശ്വാസയോഗ്യമാകണമെങ്കിൽ ഒരായത്ത് മറ്റൊരായത്തിനോട് കോർത്തിണക്കപ്പെട്ടതായിരിക്കണം. ഒരായത്ത് മറ്റൊരായത്തുമായിട്ട് കോൺട്രഡിക്റ്ററി ആകരുത്. മനസ്സിലായോ? ഇനി സൂറ 14:27 വരുമ്പോഴും അവിടെയും നിങ്ങൾക്ക് ഈ കാര്യം കാണാൻ കഴിയുന്നു. ഒരായത്ത് കൊണ്ടല്ല അത് തെളിയിക്കപ്പെടുന്നത്, പല ആയത്തുകൾ കൊണ്ടാണ് തെളിയിക്കപ്പെടുന്നത് അള്ളാഹു ആണ് ജനങ്ങളെ വഴിപിഴച്ച മാർഗത്തിലാക്കുന്നത് എന്നുള്ളത്. 14:27. വിശ്വസിച്ചവരെ അള്ളാഹു ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഉറച്ചു നിൽക്കുന്ന വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്നു. അക്രമകാരികളെ അള്ളാഹു വഴി പിഴവിലാക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു.
അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു ഒരു കൂട്ടം ജനതയെ വഴി പിഴച്ച മാർഗത്തിലേക്കാക്കുന്നു, മറ്റൊരു ജനതയെ അള്ളാഹു സന്മാർഗത്തിലേക്കാക്കുന്നു. അപ്പോൾ അള്ളാഹു തന്നെയാണ് ആളുകളെ എന്ത് ചെയ്യുന്നത്? വഴി പിഴച്ച മാർഗത്തിലേക്കാക്കുന്നത് എന്ന് പറയുന്നു? ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്. മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഈസ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മരിച്ചവനായിട്ട് ഈസയ്ക്ക് പകരം വേറൊരാളെയാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അയാളാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ കണ്ടു നിന്ന ജനതയ്ക്ക് അത് ഈസയായിട്ട് തോന്നിപ്പിച്ചു എന്നാണ് ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. അപ്പോൾ ഒരു വലിയ കൂട്ടം ജനതയെ ആ വഴിപിഴച്ചവർ, കാരണം അവരുടെ സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം കുറഞ്ഞത് 17 പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ക്രിസ്ത്യാനികളെ വഴിപിഴച്ചവരെന്ന് വിളിക്കുമ്പോൾ ഈ വഴിപിഴച്ച മാർഗത്തിലേക്ക് ആക്കിയത് ആരാണ്? അള്ളാഹു ആണ് ഈ വഴിപിഴച്ച മാർഗത്തിലേക്ക് അവരെ ആക്കിയത്. കാരണം അവിടെ കണ്ടു നിന്ന ജനങ്ങൾക്ക് ഈസയെ എടുത്തു മാറ്റിയിട്ട് പകരത്തിന് വന്ന ഒരാളെ, അല്ലെങ്കിൽ പകരത്തിലേക്ക് ഒരാളെ അങ്ങോട്ട് വെച്ചപ്പോൾ അത് ഈസയായി തോന്നിപ്പിച്ചത് അള്ളാഹു ആണ്. അപ്പോൾ ആ വലിയ കൂട്ടം ജനത, അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ പ്രസ്ഥാനത്തെ തുടങ്ങുവാൻ കാരണമാക്കി തീർത്തത് ആരാണ്? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹു തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തത്? ക്രിസ്ത്യാനികളെ വഴിപിഴപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത, ഒരു വലിയ സമൂഹം ജനതയെ വഴിപിഴപ്പിച്ചതെന്ന് എവിടെ കാണാം? ഖുറാനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഇതിലൂടെ കോർത്തിണക്കാതിരിക്കാൻ കഴിയില്ല. സൂറ 3:54 അതെടുക്കണമെന്നില്ല. വമഖറു വമഖറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലല്ലോ, ഓതി കേൾപ്പിക്കാം. വമഖറു വമഖറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കിതാബ് പറയുന്നത്, അല്ലെങ്കിൽ മലക്ക് പറഞ്ഞത് അള്ളാഹു വഞ്ചകന്മാരിലെ ഉത്തമനാണ് എന്നാണ്. പക്ഷെ സൂറ 9 വന്നു കഴിഞ്ഞപ്പോൾ 9:115 വന്നപ്പോൾ പറയുന്നു അള്ളാഹു ആരെയും വഴികേടിലാക്കിയില്ല. എടാ, ഇതെന്നാ വ്യത്യാസമാണ്? അപ്പോൾ പറഞ്ഞു തരണം, ഇത് മുഹമ്മദിൻ്റെ വെളിവില്ലാഹിയാണോ അതോ മലക്കിൻ്റെ വിവരക്കേടായിരുന്നോ? അള്ളാഹു ഇനി ഇറക്കി കൊടുത്തത് ഇങ്ങനെ തന്നെ ആണോ എന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. കാരണം ഇതിൽ ഏതെന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഇനി സൂറ 40:74 പോയാലോ? 40:74 എനിക്കൊന്ന് ബാറോസ് ഇവിടെ ഉണ്ടെന്നു. ബാറോസ് നമുക്ക് കുറച്ചും കൂടെ ഖുർആൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ബാറോസ് ഫ്രീ ആണോ? ബാറോസ് ബ്രോ എടുക്കാമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുക്കുകയാണ്. ഫ്രീ ആണ്. എടാ, അപ്പം സൈനബത്ത് 40:74 എടുക്കുമ്പോൾ സൂറ 35:8 ബാറോസ് ഒന്ന് എടുക്കണേ. ഓക്കെ. ഇത് വായിപ്പിച്ചു പോകുന്നത് ഇന്നാൾക്കൊരിക്കൽ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ തന്നെ വായിക്കാത്തത്. അവിടെ നിന്ന് ആയത്തുകൾ പറഞ്ഞിട്ട് തന്നെത്താൻ ഇരുന്നങ്ങ് പറഞ്ഞു പോകും, അത് മൊത്തവും തെറ്റാണെന്ന്, കള്ളത്തരമാണെന്ന്. വെറുതെ ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുന്നത്. ഇത് തന്നെയല്ലേ അവർ പറയും, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. തന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് സത്യമാക്കി തന്നവനായ സ്വർഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഞങ്ങൾക്ക് താമസിക്കത്തക്ക നിലയിൽ ഈ സ്വർഗഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്തവന് സ്തുതി. അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലത്. അതല്ലേ? ഒരു മിനിറ്റ്, ഏതാ പറഞ്ഞത്? ക്ഷമിക്കണം, ഞാൻ എടുത്തപ്പോഴേക്കും സിംഹാസനം ചുമക്കുന്നതാണോ? അല്ലല്ല, 40:74 ക്ഷമിക്കണം, ഞാൻ 39 എടുത്തത്. മൈ ബാഡ്. ബറോസ് ബ്രോ അത് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ എടുത്തു. പിന്നീട് അവരോട് പറയപ്പെടും, നിങ്ങൾ അള്ളാഹുവിന് പുറമെ അവർ പറയും, അവർ ഞങ്ങളെ വിട്ട് അപ്രത്യക്ഷരായിരിക്കുന്നു. അല്ല, ഞങ്ങൾ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് യാതൊന്നിനോടുമായിരുന്നില്ല. അപ്രകാരം അള്ളാഹു സത്യനിഷേധികളെ പിഴവിലാക്കുന്നു. അങ്ങനെ അള്ളാഹു സത്യനിഷേധികളെ എന്ത് ചെയ്യുന്നു? പിഴവിലാക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് ബാറോസ് 35:8. എന്നാൽ തന്റെ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ? അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവരെ പറ്റിയുള്ള കൊടുങ്കേത നിമിത്തം നിന്റെ പ്രാണൻ പോകാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു. മതി. ഇവിടെയും കാണുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവരെല്ലാം അള്ളാഹു എന്ത് ചെയ്യുന്നു? വഴിപിഴപ്പിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ. ഒരിടത്ത് പറയുന്നു, സൂറ തൗബയുടെ 115 പറയുന്നു അള്ളാഹു ആരെ എന്ത് ചെയ്യുന്നില്ല? വഴിപിഴപ്പിക്കുന്നില്ല, വഴികേടിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 4 റെഫറൻസുകൾ വായിച്ചത് അള്ളാഹു വഴിപിഴപ്പിക്കുന്നു എന്നാണ്. അവിടെ ഞാൻ ചോദിച്ചിരുന്നു,
ഇത് മുഹമ്മദിൻ്റെ വെളിവില്ലാഹിയാണോ അതോ മലക്കിൻ്റെ വിവരക്കേടാണോ എന്ന് ചോദിച്ചിരുന്നു. വിവരക്കേട് ശരിക്കും കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. താഴേക്കുന്ന മുനീർ കുത്തിക്കീറിക്കും ടീമിനും എല്ലാം നല്ല കുരു പൊട്ടാൻ പോകുന്നൊരു സാധനമാണ് ഇനി വായിക്കാൻ പോകുന്നത്. സൂറത്ത് നിസയുടെ 60-ാമത്തെ ആയത്തും 36-ൻ്റെ 60. സൂറത്ത് നിസ 4-ാമത്തെ സൂറയുടെ 60-ാമത്തെ ആയത്ത്. യാ. നിനക്ക് അവതരിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? ദുർമൂർത്തികളുടെ അടുത്തേക്ക് വിധി തേടി പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ദുർമൂർത്തികളെ അവിശ്വസിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിശാച് അവരെ ബഹുദൂരം വഴിതെറ്റിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ആ കണ്ടോ, വഴിതെറ്റിക്കുന്നവൻ ആരാണ് ഇവിടെ? സൂറത്ത് നിസ പ്രകാരം വഴിതെറ്റിക്കുന്നവൻ പിശാചാണ്. അപ്പം കുറച്ചു മുൻപ് വായിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരായത്തും കൂടെ വായിച്ചിട്ട് മനസ്സിലാക്കാം. 36-ൻ്റെ 60. കുറച്ചു മുൻപ് നാം വായിച്ചു അള്ളാഹു വഴികേടിലാക്കിയില്ല. പക്ഷെ 11-ൻ്റെ 34-ലും 14-ൻ്റെ 27-ലും 40-ൻ്റെ 74-ലും 35-ൻ്റെ 8-ലും വായിച്ചു അള്ളാഹു ആണ് ഈ വഴിപിഴച്ച മാർഗത്തിലേക്കാക്കുന്നത്, വഴിപിഴപ്പിക്കുന്നത് അള്ളാഹു ആണ്, വഴികേടിലേക്കാക്കുന്നത് അള്ളാഹു ആണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കും എന്നൊക്കെ നാം വായിച്ചു. അപ്പോൾ 4-ൻ്റെ 60-ൽ ഇപ്പോൾ വായിച്ചു പിശാച് വഴികേടിലാക്കുന്നു. 36-ൻ്റെ 60. 36-ൻ്റെ 60 അല്ലേ? യാ. ആദം സന്തതികളെ ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. 36-ൻ്റെ 60 തന്നെയാണോ അത്? അതെ അതെ. അതിൻ്റെ മുകളിലത്തെ താഴത്തെ ആയത്തൊന്ന് വായിച്ചേ. കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടും. പിന്നെ നിങ്ങൾ എന്നെ ആരാധിക്കുകയും ഇതാണ് നേരായ മാർഗം. ഇങ്ങനെയാണ് അതിന്റെ മേളിലും താഴെ കിടക്കും. ഒന്നും കൂടെ 3 ആയത്തും കൂടെ ചേർത്തൊന്ന് വായിക്കാമോ? കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടും. ആദം സന്തതികളെ ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, ഇതാണ് നേരായ മാർഗം. 62 കൂടെ ഒന്ന് വായിച്ച പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ആയത്തും 62. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ അവൻ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായില്ലേ? യെസ്, ഇത് തന്നെ 62 60 മുതൽ 62 വരെ പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വരിക. ഓരോ വേർഡ് ബൈ വേർഡ് എടുത്തു കഴിഞ്ഞാൽ, ഹേ മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ കൽപ്പന നൽകിയിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്നും അവൻ നിങ്ങളുടെ ഒരു പ്രത്യക്ഷ ശത്രുവാണെന്നും നിങ്ങൾ എന്നെ ആരാധിക്കുവാൻ ഇതാണ് ചൊവ്വായ മാർഗമെന്നും നൽകിയിട്ടില്ലേ? അവൻ നിങ്ങളിൽ ധാരാളം സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നിട്ടില്ലേ എന്നാണ് യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ ധാരാളം സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചവൻ ആരാണെന്നാണ് പറയുന്നത്? പിശാച്. 60-ഉം 62-ഉം കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിശാചിനെ ആരാധിക്കരുത്, അവൻ നിങ്ങളുടെ ശത്രുവാണ്, അവൻ അനേകം സമൂഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത്, ഇത് വായിച്ചു വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തന്നെയാണ് ഈ പിശാച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെയല്ല, അള്ളാഹു പിശാച് അല്ല എന്ന് പറയുന്ന ഇസ്ലാം സമൂഹക്കാർ പറയണം ജിബ്രീലിന് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ വെളിവുകേടാണ്. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച സ്വഹാബി കള്ളനാണ് എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിക്കേണ്ടി വരും. നിങ്ങൾ തലകുത്തി പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അടുത്തൊരു പോയിന്റ്. അള്ളാഹുവിനെ എന്താക്കി വെച്ചിരിക്കുകയാണ്? പിശാചാക്കി വെച്ചിരിക്കുകയാണ്. അവിടം കൊണ്ട് തീർന്നോ? തീർന്നിട്ടില്ല. ഈ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സൂറ 7-ൻ്റെ 17 പറയുന്നു പിശാച് പിന്നിലൂടെ മനുഷ്യരെ വലയം ചെയ്യും. സൂറ 85-ൻ്റെ 20 പറയുന്നു അള്ളാഹു പിന്നിലൂടെ മനുഷ്യരെ വലയം ചെയ്യും. പിശാച് സത്യനിഷേധികളെ വഞ്ചിക്കുമെന്ന് സൂറ 4-ൻ്റെ 120 പറയുന്നു. അള്ളാഹു സത്യനിഷേധികളെ വഞ്ചിക്കുമെന്ന് സൂറ 4-ൻ്റെ 142 പറയുന്നു. പിശാച് സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുമെന്ന് സൂറ 29-ൻ്റെ 38-ലും 6-ൻ്റെ 43-ലും പറയുമ്പോൾ അള്ളാഹു സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുമെന്ന് സൂറ 27-ൻ്റെ 4 പറയുന്നു. അപ്പോൾ അവിടെയും ഇവിടെ എല്ലാം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ റെഫറൻസുകൾ പറയുമ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു പിശാചാണെന്നാണ് കേട്ടോ. പിശാചാണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്നതെന്ന് സൂറ 31-ൻ്റെ 21 പറയുമ്പോൾ
ഫറവോനെ മറ്റു നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കിയത് അള്ളാഹു ആണെന്ന് സൂറ 28:41 പറയുന്നു. ദുർമൂർത്തികളുടെ ദാസൻ യുദ്ധം ചെയ്യുന്നവരാണ് എന്ന് സൂറ 4:76 പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണെന്ന് സൂറ 4:84. കുറഞ്ഞ പക്ഷം ആയത്തെങ്കിലും മാറ്റി പിടിയടേ. അതെങ്ങനെയാണല്ലേ? ഞങ്ങളുടെ ആയത്തുകൾ, ഒരായത്തെന്ന് പറഞ്ഞാൽ പല സഹാബിമാർ, പേരറിയാത്ത അഡ്രസ്സ് ഇല്ലാത്ത പല സഹാബിമാർ ആരൊക്കെയോ ചേർന്ന് എഴുതിയതാണല്ലോ. അപ്പം മുഹമ്മദ് ഉമ്മിയും കൂടെ അതിൻ്റെ എഴുത്തും വായന അറിയാത്തതുകൊണ്ട് ഒരുത്തൻ ഒന്ന് എഴുതി വെക്കും, വേറൊരുത്തൻ വേറൊന്ന് എഴുതി വെക്കും. അങ്ങനെയാണല്ലോ. ആയിരിക്കണമല്ലോ, ആയിരിക്കാമല്ലോ, അറിയില്ല, സംശയമാണ്. നിങ്ങളാണത് നിവാരണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് ഒറ്റ സൂറയിൽ തന്നെ ഏകദേശം ഒരു 8 വാക്യത്തിൻ്റെ ഡിഫറൻസിൽ എഴുതി വെച്ചിരിക്കുന്നത്, 8 ആയത്തുകളുടെ ഡിഫറൻസിൽ എഴുതി വെച്ചിരിക്കുന്നത് ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ട് തൊട്ട് പറയുക അള്ളാഹുവിൻ്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണെന്ന്. അപ്പോൾ അള്ളാഹു ദുർമൂർത്തിയാണെന്ന് തീരുമാനമായില്ലേ? അനേകം ആളുകളെ പിശാച് നശിപ്പിച്ചു എന്ന് സൂറ 36:62 പറയുമ്പോൾ അനേകം ആളുകളെ അള്ളാഹു നശിപ്പിച്ചു എന്ന് 77:16 പറയുന്നു. അപ്പോൾ അള്ളാഹു ആരായി? പിശാചായി. പിശാച് തൻ്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തുമെന്ന് സൂറ 3:175 പറയുമ്പോൾ അള്ളാഹു തൻ്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തുമെന്ന് സൂറ 3:151 പറയുന്നു. പിശാച് കുതന്ത്രം പ്രയോഗിക്കുന്നവനാണെന്ന് സൂറ 4:76 പറയുമ്പോൾ അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കുന്നവനാണെന്നാണ് സൂറ 6:123 പറയുന്നത്. അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് സൂറ 22:4 പറയുമ്പോൾ പിശാച് സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് സൂറ 22:4 പറയുമ്പോൾ അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് സൂറ 19:86 4:169 പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയത്തുകൾ വെച്ചിട്ട് ഇവിടെ തെളിയിക്കപ്പെട്ടത് അള്ളാഹു പിശാചാണെന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പം വെറും പിശാചോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിൽക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തെളിയിച്ചു വരുന്നത് അള്ളാഹു വെറും പിശാചല്ല, മുതുപിശാചാണെന്നാണ്. ഞാൻ വർഗീസ് അച്ഛൻ്റെ ഭാഷ കടമെടുക്കുകയാണ്. അള്ളാഹു എന്താണ്? മുതുപിശാചാണെന്നാണ് എന്ത് പറയുന്നത്? ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ പറയണം ഒന്നെങ്കിൽ ഇത് ജിബ്രീലിൻ്റെ വിവരക്കേടും മലക്കിൻ്റെ വിവരക്കേട്, ജിബ്രീൽ എന്നറിയാണ്ട് വായിൽ വന്നു പോകുന്നത്, ക്ഷമിക്കണം, മലക്കിൻ്റെ വിവരക്കേടും അല്ലെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ വെളിവില്ലാഹിയാണെന്ന് പറയും. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചവൻ പറ്റിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഓക്കെ, ഇനി ബാറോസ് പോയോ? സൂറ 6:12 പോകണം. അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. 6:12 അതേ അധ്യായത്തിൻ്റെ 35. ചോദിക്കുക, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക, അള്ളാഹുവിൻ്റേതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെയും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്രേ അവർ, അതിനാൽ അവർ വിശ്വസിക്കുകയുമില്ല. ഇതേ സാധനം 6:35 വായിച്ചേ ബാറോസേ. അവർ പിന്തിരിഞ്ഞു കളയുന്നത് നിനക്ക് ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിപ്പോകുവാൻ ഒരു തുരങ്കമോ ആകാശത്ത് കയറിപ്പോകുവാൻ ഒരു കോണിയോ തേടിപ്പിടിച്ചിട്ട് അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ട് വന്നു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്ന പക്ഷം അതങ്ങ് ചെയ്തേക്കുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതൊന്നും കൂടെ വായിക്കണേ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതിനാൽ അപ്പൊ എങ്ങനെയാണ് ഈ 6:12 പറഞ്ഞേക്കുന്ന അള്ളാഹു ഭയങ്കര കരുണാനിധിയാണ്, ഞാൻ ഭയങ്കര കാരുണ്യം കാണിക്കുന്നവനാണെന്നുള്ള സാധനം എങ്ങനെയാണ് ഈ 35 വന്നപ്പോൾ അള്ളാഹു കരുണ കാണിക്കുന്നില്ലല്ലോ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം സന്മാർഗത്തിൽ ഇരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ സന്മാർഗത്തിൽ ഇരിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന് അത് കഴിയുന്നില്ല? അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണോ? അപ്പോൾ ഇതും ഒരു വിവരക്കേടാണ്. ഇത് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇത് വെളിവില്ലാഹികളും വിവരക്കേടുകളും കൂടിക്കൂടി വരികയാണ്. നമ്മൾ കുറച്ച് മുൻപ് സൂറ 3:54 അള്ളാഹു വഞ്ചകന്മാരിലെ ഉത്തമനാണെന്ന് വായിച്ചു. 8:30 വായിക്കാമോ? 8:30 നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർക്കുക.
അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. മെച്ചപ്പെട്ടവൻ. തന്ത്രം പ്രയോഗിക്കുന്നു എന്നല്ല, തമിഴിലെഴുതണം. അത് മക്രൂവാണ്, ചതിയാണ്, വഞ്ചനയാണ്. ഓക്കെ. അവർ സതി ചെയ്താൻ അള്ളാഹുവും സതിത്താർ, സതിയന്മാരിലെ അള്ളാഹു മികപ്പെരിയ സതിയനായിരിക്കാർ. അവർ ചതിച്ചു, അള്ളാഹുവും ചതിച്ചു, ചതിയന്മാരിൽ അള്ളാഹു ഏറ്റവും ഉത്തമനാണ്. ഈ 10:21 പോകാമോ? സൂറ 10:21, യൂനസിൻ്റെ 21. റാത്തൽ യൂനിസ് അല്ല കേട്ടോ, ഖുറാനിലെ യൂനിസ്. ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ചതിന് ശേഷം നാം അവർക്കൊരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക, അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. യെസ്, നിങ്ങൾ അവിടെ മതി. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? സൂറ 3:54 8:30 പറയുന്നു അള്ളാഹു ഏറ്റവും ഉത്തമനായ വഞ്ചകനാണ്. 3:54 പറയുന്നു വഞ്ചകന്മാരിലെ ഉത്തമനെങ്കിൽ 8:30 പറയുന്നു ഏറ്റവും നല്ല വഞ്ചകൻ. സൂറ 10:21 പറയുന്നു അള്ളാഹു ഏറ്റവും അതിവേഗത്തിൽ വഞ്ചന ചെയ്യുന്നവനാണ്. അതൊന്നുകൂടെ വായിക്കാമോ? പറയുക, അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. പറയുക, അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ, ഈ പറയുക എന്ന് പറഞ്ഞിട്ടേ ഈ ബോലോ തക്വീർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയേണ്ട സാധനം ഇതാ: അല്ലാഹു ഖൈറുൽ മാകിരീൻ, അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവൻ, ഏറ്റവും വലിയ വഞ്ചകൻ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. തക്വീർ വിളിക്കുമ്പോൾ ഇനിയും അല്ലാഹു അക്ബർ വിളിക്കാൻ പോകരുത്, ഇത് വിളിച്ചാൽ മതി. കറക്റ്റ് ഇതാ, ഖുർആൻ ആവർത്തിച്ച് പറയുന്ന സാധനം ഇതാ. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ വായിച്ചു കേട്ടത് 3:54, 8:30, 10:21 വായിച്ചത് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മികപ്പെരിയവൻ, ബെസ്റ്റ് മനുഷ്യനാണ്, ഉത്തമനാണ്, പിന്നെന്താണ്, ഏറ്റവും നല്ല തന്ത്രശാലിയാണ്. സോറി ഞാൻ തന്നെ തന്ത്രം എന്ന് ഉപയോഗിച്ചു. ഏറ്റവും നല്ല വഞ്ചകനാണ്, ഉത്തമനായ വഞ്ചകനാണ്, പിന്നെ അതിവേഗത്തിൽ വഞ്ചന പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. ഓക്കെ. മക്കറാണ്, വഞ്ചനയാണ്. ഞാൻ ആ ട്രാൻസ്ലേഷൻ്റെ അനുസരിച്ച് പോയി അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓക്കെ. മക്കറു മക്കറുള്ള വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. മക്കർ എന്ന് പറഞ്ഞാൽ വഞ്ചന, മാക്കിർ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ. ഓക്കെ. ഇതേ സാധനം സൂറ 4:87 വരുമ്പോൾ ഘടകം അറിയുന്നൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്ത് അൻ-നിസയുടെ 87-ാമത്തെ ആയത്ത്. മാറോസേ കേൾക്കാമോ? സോറി, ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് വായിച്ചത്. അള്ളാഹു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തേക്ക് അവൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിൽ സംശയമേ ഇല്ല. അള്ളാഹുവേക്കാൾ സത്യസന്ധമായി വിവരം നൽകുന്നവൻ ആരുണ്ട്? എന്നാൽ അള്ളാഹുവേക്കാൾ സത്യസന്ധമായി വിവരം നൽകുന്നവൻ ആരുണ്ടെന്നൊന്നും ഇല്ല. ഇപ്പുറത്ത് ഈ ആയത്തുകൾ കിടക്കുന്നുണ്ട്, മലയാളത്തിൽ വെളുപ്പിച്ചെഴുതേക്കുന്നതാണ് അത്. അള്ളാഹുവേക്കാൾ തൻ്റെ വചനങ്ങളിൽ വിശ്വസ്തനും സത്യവാൻ, 2 വാക്കുകൾ അവിടെ ചേർക്കാൻ പറ്റുന്നത്. ഒന്ന് വിശ്വസ്തനെന്നോ അല്ലെങ്കിൽ സത്യവാനെന്നോ, ഈ 2 വാക്കുകളാണ് അവിടെ ചേർക്കാൻ പറ്റുന്നത്. കൂടുതൽ അനുയോജ്യം സത്യവാൻ എന്നുള്ള വാക്കാണ്. അള്ളാഹുവേക്കാൾ തൻ്റെ വചനത്തിൽ സത്യവാനായുള്ളവനാർ. തൊട്ടപ്പുറത്ത് ഇത്രയും ആയത്തുകൾ എടുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വഞ്ചകനാണ്, ചതിയനാണെന്നാണ്. ഇപ്പുറത്ത് പറയാം അള്ളാഹു ഭയങ്കര സത്യവാനും വിശ്വസ്തനുമാണെന്ന്. ഇതിലേത് വിശ്വസിക്കണം? സത്യം പറ, ഇതിലേതാണ് ജിബ്രീലിന് പറ്റിയ വിവരക്കേട്, അല്ലെങ്കിൽ ഏതാണ് മുഹമ്മദിൻ്റെ വെളിവില്ലാഹി? ഇത് ഞങ്ങളല്ല, ഇത് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ തോന്നി പറയും വലിയ വിഷമമായിരുന്നു എന്ന് പറയും. ഈ വിഷമം തോന്നിക്കഴിഞ്ഞാൽ ഇതിന് കുതിര കയറേണ്ടത് ഞങ്ങളുടെ നെഞ്ചത്തോട്ടല്ല, പോയിട്ട് ജിബ്രീലിൻ്റെയോ കുഴി കിടക്കുന്ന ആ മുഹമ്മദിൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. അത്യാവശ്യത്തിന് മുൻകീറും നക്കീറും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളാലാവോളം ഞങ്ങൾ തരുന്നുണ്ട്, ഇവിടെ പറ്റുന്നത് തരുന്നുണ്ട്, എക്യുപ്മെൻ്റ് റൂമിൽ തരുന്നുണ്ട്, ഊട്ടുപുരയിലും ഞങ്ങൾ തരുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ വല്ലപ്പോഴും തുറക്കുമ്പോൾ നല്ല വെട്ടിപ്പിന് അങ്ങോട്ട് തരുന്നുമുണ്ട്. ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം, ഇനി അത് എടുക്കണ്ട. 76:30 79:29 പറയുന്നു അവനവൻ ഇഷ്ടമുള്ളവന്
അവൻ്റെ റബ്ബിങ്കലേക്കുള്ള ശരിയായ മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. അപ്പോൾ അവിടെ മനുഷ്യർക്കൊരു ഫ്രീ വില്ല് നൽകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, 76:30 79:29 പറഞ്ഞത്. അവനവന് ഇഷ്ടമുള്ള പാത, അവൻ്റെ റബ്ബിങ്കലേക്കുള്ള ഇഷ്ടമുള്ള പാത സ്വീകരിച്ചു കൊള്ളട്ടെ. പക്ഷേ 76:30 രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോഴും, അതുപോലെ തന്നെ 16:93 വരുമ്പോഴും, 28:56, 81:29 ഈ ആയത്തുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒന്നും കൂടെ ആവർത്തിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് കോഴിനിസു ആണോ എന്നൊരു സംശയമുണ്ട്. ഖത്തർ ഈ നമ്പറിൽ നിന്ന് ഈ സമയത്ത് കിടന്ന് എനിക്ക് കോൾ ചെയ്യാൻ ആരാടാ ഉള്ളത്? ഈ പാതിരാത്രിക്ക് എന്നെ വിളിക്കാൻ വേറെ ഒരുത്തനും ഇല്ല. അപ്പം കോഴിനിസു എന്നെ എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഫഹദ്. 76:30 ആദ്യ ഭാഗത്താണ് മറ്റേത് പറഞ്ഞത് കേട്ടോ, റബ്ബിങ്കലേക്കുള്ള സന്മാർഗം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന്. ഇതേ ആയത്തിൽ തന്നെ നേരെ തിരിച്ചു പറയുക, അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലാണ്ട് പറ്റുക അല്ല, അള്ളാഹുവിൻ്റെ ഹിതമില്ലാതെ പറ്റുകയില്ല. 76:30, 16:93, 28:56, 81:29 ഈ ആയത്തുകളിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ ഹിതമില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിങ്കലേക്ക് എത്താൻ കഴിയുകയില്ല. അവന് കരുണയുള്ളവരോട് മാത്രം, അല്ലെങ്കിൽ അവന് ഹിതമുള്ളവരോട് മാത്രം അവൻ കരുണയുള്ളവനാകുന്നു, അല്ലെങ്കിൽ അവന് ബോധിച്ചവരോട് മാത്രം അവൻ കരുണയുള്ളവനാകുന്നു. അപ്പോൾ അള്ളാഹു പക്ഷഭേദം കാണിക്കുന്നില്ലേ ഇവിടെ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, സിമ്പിളായിട്ട്. ഇപ്പം അള്ളാഹുവിന് അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നേ? മൊത്തത്തിലുള്ളൊരു വെളിവില്ലാഹിയാണല്ലോ, അല്ലേ? ഒരു കാര്യം പറഞ്ഞു, യെസ്. ഈ മലയാളത്തിൻ്റെ അകത്ത് ഒരായത്തിൻ്റെ അകത്ത് അള്ളാഹു വഞ്ചിക്കുന്നെന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. സൂറ 4:142 ഇങ്ങനെയാണ്: തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. 4:142 അങ്ങനെ പറയുന്നത്. 4:142 ആണല്ലേ? നീ ആരുടെ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നത്? അത് പറപ്പൂരിന്റെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമദ് പറപ്പൂർ. ഈ സംഭവം, അതായത് ഈ 4:142 ഇവര് പറയും, ഒരിക്കൽ ഫഹദ് ഇവിടെ വന്നു നമ്മുടെ ഈ ക്ലബ് ഹൗസ് അന്ന് ലീസൺ ഉണ്ടായിരുന്നു. ഫഹദ് ഇവിടെ വന്ന് ഡിസീവർ എന്നൊരു വാക്ക് ഒരിക്കലും ഒരു തർജ്ജമയിലും വന്നിട്ടില്ല. അതായത് മലയാളത്തിൽ വഞ്ചിക്കുക എന്ന് ഒരാളും എഴുതിയിട്ടില്ല. അങ്ങനെ അള്ളാഹു വഞ്ചിക്കുന്നു നാരിൽ എഴുതിയാൽ തന്നെ അത് കള്ളമാണെന്ന് പറഞ്ഞ് ഫഹദ് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു. ഡിസീവർ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ ഈ വഞ്ചിക്കുന്നു, അള്ളാഹു വഞ്ചിക്കുന്നു നാരില്ല, തന്ത്രം പ്രയോഗിക്കുന്നതാണ്, വഞ്ചിക്കുന്നു ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ ആരോ എടുത്തിട്ട് രായത്താണ് 4:142 കൃത്യം പറയുന്നു. മലയാളത്തിൽ തന്നെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അമാനി പരിഭാഷയിലും അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്, വഞ്ചിക്കുന്ന അള്ളാഹു വഞ്ചിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഇനി ഏതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും അറബിയിൽ ഈ സാധനം അറബിയിലാണല്ലോ ഓതുന്നത്, അറബിയിൽ വഞ്ചിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, എനിവേസ്, താങ്ക് യു ബറോസെ, താങ്ക് യു ഉസ്മാൻജി. പിന്നെ 30:2 16:41 ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറ 30:2 16:49 50 വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്, സകലതും അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് കാണിക്കുന്നു. സകലതും അള്ളാഹുവിനെ, അല്ലെങ്കിൽ സകലരും അള്ളാഹുവിനെ അനുസരിക്കുന്നു. സൂറ 7:11 15:28 മുതൽ 31 വരെ 17:61 20:11 ഈ ആയത്തുകളിൽ പറയുന്നു, അനുസരിക്കാത്ത ഒരുവനുണ്ടായിരുന്നു, പിശാചുണ്ടായിരുന്നു, ഇബിലീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ 39:4 പറയുന്നു, അള്ളാഹു ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവനൊരു മകൻ ഉണ്ടാകാമായിരുന്നു എന്ന് സൂറ 39:4 പറയുമ്പോൾ, സൂറ 6:101 72:3 പിന്നെ 3:47 19:20 പറയുന്നു, അള്ളാഹുവിന് ഒരു കാമുകിയില്ലാത്തത് കൊണ്ട്, 3:47 19:20 അതങ്ങനെയല്ല, 6:101 72:3 പറയുന്നു, അള്ളാഹുവിനൊരു കാമുകിയില്ലാത്തത് കൊണ്ട് അവൻ എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും. അപ്പോൾ അള്ളാഹുവിന് പരിമിതികളുണ്ട് എന്നിവിടെ പറയുന്നു.
മാത്രമല്ല 39:4 പറയുന്നു അള്ളാഹു ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു മകനുണ്ടാകാം. പക്ഷെ ഒരു ദീനരോധനമാണ് 6:101 72:3 കാണുന്നത്. അവനൊരു കാമുകിയില്ലാത്തത് കൊണ്ട് എങ്ങനെ ഒരു മകനുണ്ടാകാം? പക്ഷേ ഒരു 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 പുരുഷ സ്പർശനമില്ലാതെ മറിയത്തിന് മകനുണ്ടായി എന്നുള്ളത് 3:47 19:20 പറയുന്നുണ്ട്. അപ്പം മറിയത്തിനാണോ ഇത് കൂടുതലുള്ളത്, അള്ളാഹുവിനാണോ ഉള്ളത്? അള്ളാഹുവിന് അതിൻ്റെ കഴിവില്ല, പക്ഷേ മറിയത്തിനുണ്ട്. ഓക്കെ, അപ്പം അവിടെയും ഒരു പ്രശ്നമായിട്ടുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് സൂറ 6:59 പറയുമ്പോൾ 3:49 പറയുന്നു ഈസാ നബിക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അള്ളാഹു തന്നെയാണ് പിശാച് എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്ന കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പോയിൻ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അള്ളാഹു തന്നെയാണ് പിശാച് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഈ നിങ്ങൾ പറഞ്ഞതായ സ്വഹാബിമാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇത് പറ്റിയ അബദ്ധം ജിബ്രീലിനാണോ, അതോ മുഹമ്മദ് വെളിവില്ലാതെ പറഞ്ഞതാണോ, അതോ ഇനി മുഹമ്മദിനെ പറ്റിച്ച് സ്വഹാബിമാർ എഴുതി വെച്ചതാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാളെ ഇതിൻ്റെ തുടർ സെഷൻ ഉണ്ടായിരിക്കും. ഇതേ തുടർന്ന് ഈ വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് പോകാം. റൂം ഇസ് ഓപ്പൺ ഫോർ ദി ഓപ്പൺ ഡിസ്കഷൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താഴെ ഇരിക്കുന്ന കോയ കുഞ്ഞുങ്ങൾക്ക് ഫഹദിൻ്റെ കള്ള ഐ ഡി, നബീലിൻ്റെ കള്ള ഐ ഡി, ഇതൊക്കെ ശരിക്കുള്ള ഐ ഡിയിൽ വന്ന് മുകളിലേക്ക് കയറാമെന്നുണ്ട്. കോഴിനിസിൻ്റെ 2 ID ഉണ്ടല്ലേ? വന്നോളി. ഒരു ഫസൽ റഫീഖ് താഴെയുണ്ട്, MC താഴെയുണ്ട്. നിങ്ങൾക്കൊക്കെ കയറി ഒരു കാര്യം കൂടെ പറയണേ ഉമ്മർ തങ്ങളെ. പിന്നെ അതായത് ഈ നമ്മുടെ റൂമിൽ നിന്ന് ലൈവായിട്ട് ഇത് മറ്റ് റൂമുകളിൽ എത്തിക്കുന്ന പ്രിയപ്പെട്ട ഫഹദ്, അങ്ങനെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. നിങ്ങളുടെ എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. വീണ്ടും നിങ്ങളിത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫഹദിന്റെ ടൈറ്റിൽ എന്താണ് നിങ്ങളെല്ലാം മറന്നു പോകുന്നത്? കണ്ടം ഫഹദ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കണ്ടം ഫഹദിനുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അല്ല, മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവരവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹോദരിമാരെങ്ങനെ ചെന്ന് അവരുടെ റൂമിൽ കയറ്റുമോ? ഇല്ല. പക്ഷേ നബീൽ അവിടെ ആവർത്തിച്ച് നമ്മുടെ സഹോദരിമാരുടെയൊക്കെ, പ്രത്യേകിച്ച് ഷൈഖുന സിസ്റ്ററുടെയൊക്കെ ശബ്ദം അവിടെ കേൾപ്പിക്കുന്നുണ്ട്. ഹാരിസ് മദനി അടക്കം ഇരുന്നപ്പോൾ പറയുന്ന കാര്യം അവിടെ കേൾപ്പിച്ചേ. എടാ, നിന്നെ കൊണ്ട് അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ? എടാ, നിന്നെ കൊണ്ട് ഈ വിഷയങ്ങൾക്ക് വന്ന്, ഇസ്ലാം വിഷയത്തിൽ വന്ന് ചർച്ച ചെയ്യാൻ കഴിയുമോ? തൻ്റെ ഇടത്തോടെ നിനക്ക് വന്ന് സംസാരിക്കാൻ കഴിയുമോ? സംവാദം നടത്താൻ കഴിയുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം ഇസ്ലാമിൽ ഇന്ന് കേരളത്തിലുള്ള അത്യാവശ്യം വലിയ പണ്ഡിതന്മാരിൽ പണ്ഡിതനായ ഹാരിസ് മദനിയുടെ മുന്നിൽ വെച്ച് നബീലിനോട് ചോദിക്കുന്നത്, നബീൽ എന്നെ സെൽഫ് ട്രോളായിട്ട് അവിടെ നിന്ന് കേൾപ്പിച്ചു. ഈ മണ്ടനിൽ എന്ന് പറയുന്നവർ നമ്മുടെ സോൾജർ ബ്രദർ അവിടെ നിന്ന് ചോദിച്ചത് സെൽഫ് ട്രോൾ അടിക്കുകയാണല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ മണ്ടന്മാർക്ക് മനസ്സിലായില്ല. പിന്നെ 2 വട്ടം കൂടെ അത് കേൾപ്പിച്ചു. മനസ്സിലായോ? അവർ ചോദിക്കുന്ന കാര്യം കേട്ടോ. അയ്യോ, നബീലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ, ഫഹദിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അയ്യോ, എന്നിട്ട് ഫാദ് ഖാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴത്തേന് എൻ്റെ പെണ്ണുമ്പിള്ള കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. എൻ്റെ ബീവി ചിരിച്ച് ചത്തെന്ന്. എടാ നബീലേ, ഇത്രയും പരിപാടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്നാ മോനെ ഇങ്ങനെ വെളിവില്ലാഹി ആകാമോ? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ തൻ്റെ ഇടമില്ല. ഞാനൊരു കാര്യം പറയുന്നു, ഈ വിഷയങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ സംവാദത്തിന് വരാൻ ഇന്നലെ ഒരു സംവാദ വെല്ലുവിളി നടത്തിയിരുന്നു. അതും കൂടെ ആവർത്തിക്കുന്നു. ഇസ്ലാം ലോകത്തിൽ ആർക്കും അത്യാവശ്യം മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക്, അത്യാവശ്യം ഉറുദു, ഇത്രയും ഭാഷകളിലായിട്ട് നമുക്ക് ചർച്ചകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സംവാദങ്ങളുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കാരണം മലയാളത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം. ഈ വാക്ക് എൻ്റെ അല്ല കേട്ടോ, മുഹമ്മദ് ഈസയുടെ മോഡറേറ്ററുടെ വാക്കാണ്. നിങ്ങൾക്ക് മലയാള ഭാഷയിൽ നിങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിൽ ഇത്രയും ഭാഷയിലുള്ളവരെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. ക്രൈസ്തവ പക്ഷത്തു നിന്ന് വാരിയർ ഓഫ് ജീസസും നാസറീൻ ബ്രദറും തയ്യാറാണ്. ടോപ്പിക് ഇതാണ്: ആധികാരികമായ അല്ലെങ്കിൽ വിശ്വസനീയമായ ഗ്രന്ഥമേത്, ബൈബിളോ ഖുറാനോ? ഈ വിഷയത്തിന് സംവാദത്തിന് വരാൻ ഇസ്ലാം ലോകത്തിൽ ആർക്ക് തൻ്റെ ഇടമുണ്ട്?
നിങ്ങളുടെ ഖുർആൻ വിശ്വസനീയമാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഗ്രന്ഥമാണെന്ന് സംവാദത്തിന് വരാൻ, ഞങ്ങളുടെ പോയിന്റുകളൊക്കെ ഞങ്ങളിവിടെ പറയുന്നുണ്ട്, ഈ സംവാദത്തിന് വരാൻ ഇസ്ലാം ലോകത്തെ സംവാദകർക്ക്, ക്ലബ് ഹൗസിലെ ഇസ്ലാം സംവാദകരിൽ ആർക്ക് തൻ്റെ ഇടമുണ്ട്, ആർക്ക് കഴിവുണ്ട്, ആർക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയും? പരസ്യ വെല്ലുവിളിയാണ്. മുഹമ്മദ് ഈസ പെരുമ്പാവൂരുണ്ടോ? ഹാരിസ് മദനിയുണ്ടോ? നിങ്ങൾ കണ്ടം ഫഹദ് എന്ന് പറഞ്ഞാലും ജനാബ് ഫഹദ് ഉണ്ടോ? ജനാബ് ഫഹദ് വന്നാൽ എഴുതി ഒപ്പിട്ടൊരു കാര്യം മെയിലിൽ അയച്ചു തരണം, ഞാൻ ഈ സംവാദത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഓടുകയില്ല, കാര്യം ഞങ്ങൾ സമയം മെനക്കെടുത്തിയായിരിക്കുന്നത്. കേൾവിക്കാരെ പൊട്ടരാക്കിക്കൊണ്ട് 2 സംവാദങ്ങളിൽ നിന്ന് ഇറങ്ങി കണ്ടം വഴി ഓടിയ ഫഹദ്, അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടം ഫഹദ് എന്നവർ വിളിക്കുന്നത്. ഇങ്ങനെ കിടന്ന് ഇമാതിരി ഓട്ടം നിങ്ങൾ ഓടിയേച്ച് പിന്നെ കിടന്ന് അത്രയും പേരുടെ സമയം വെറുതെ പാഴാക്കരുത്. അപ്പോൾ ഇസ്ലാം ലോകത്തിൽ തൻ്റെ ഇടത്തോടെ ഈ സംവാദ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കൈ ഉയർത്താം, അല്ലെങ്കിൽ പറയാം യെസ് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഇടുന്ന ഏതെങ്കിലും യൂട്യൂബിൻ്റെ വീഡിയോസിനടിയിലെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ വെല്ലുവിളിച്ചതായ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ദീനും ഈമാനുമുള്ള 5 നേരം നിസ്കരിക്കുന്ന യുസല്ലിയായ മുനാഫിക് അല്ലാത്ത വ്യക്തിയാണ് എന്ന് വിശ്വസിക്കാനെങ്കിലും ഇടയായിത്തീരും. സംവാദം ജയിക്കുവോ പരാജയപ്പെടുവോ അത് അടുത്ത കാര്യം, പക്ഷേ ഇത് ഏറ്റെടുത്ത് ആൺകുട്ടികളാണെന്ന് തെളിയിക്കുക. അല്ലാതെ വെറുതെ ഷൈഖുന പറഞ്ഞിരിക്കുന്ന കിതാബിലെ ഷെയ്ഖ് സൈനുദ്ദീൻ പറഞ്ഞിരിക്കുന്ന ആ കിതാബിലെ ഷൈഖുന പറഞ്ഞ വ്യക്തികളായി തീരാതെ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കുന്നു. ഇസ്ലാം ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഖുർആൻ വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥമാണ് എന്ന് മുസ്ലിം ലോകം ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. റൂം ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകാമേ. നമ്മുടെ ടോപ്പിക്കിലുള്ള ഓപ്പൺ ഡിസ്കഷൻ. ഇപ്പോൾ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന ആർക്കും കയറി വരാം. ഹാൻഡ് റൈസ് ഓപ്പൺ ആണ്.